വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് വീഡിയോ നോക്കാൻ പോകുന്നത് നാളെ നടക്കാനുള്ള ലിസാനിൻ്റെ പരീക്ഷയുടെ മോഡൽ പേപ്പറാണ് കേട്ടോ. അപ്പോൾ നിലവിലെ സിലബസ് മാറിയത് കൊണ്ട് നിലവിൽ പേപ്പറൊന്നും ലഭിക്കാനില്ല. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാം. അതുപോലെ നമ്മുടെ ഈ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നാൽ തുടർന്നുള്ള പരീക്ഷകളിൽ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കും. നമുക്കിനി നേരെ പ്രവർത്തനം നോക്കാം. ആദ്യത്തെ പ്രവർത്തനം നെസ്ലുബിൽ മുനാസിബി, യോജിച്ചത് കൊണ്ട് ചേർത്ത് കൊടുക്കാനുള്ള പ്രവർത്തനമാണ്. 1. അവലു ബൈത്തിൻ വുളിയ ലിന്നാസി ഡാഷ്, അത് യോജിച്ചത് ഇങ്ങോട്ടെടുത്ത് എഴുതി കൊടുക്കുക. അവലു ബൈത്തിൻ വുളിയ ലിന്നാസി, ഏതാണ് യോജിച്ചത്? അൽ കഅബത്തു, കഅബയാണ്. മനുഷ്യർക്കായിട്ട് ഭൂമിയിൽ ആദ്യമായി സ്ഥാപിക്കപ്പെട്ട ഏതാണ്? കഅബയല്ലേ. 2. അഹബുൽ ബിലാദി ഇലല്ലാഹി, അള്ളാഹുവിന് നാടുകളിൽ ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണ്? അൽ മസാജിദു, പള്ളിയാണ്. 3. മിസാലുൻ ലിൽ മുഅറബി, മുഅറബിനുള്ള ഉദാഹരണം ഇതിലുണ്ടാകും. ഏതാണത്? അത് യദ്ഹബു എന്നതാണ്. യദ്ഹബു. 4. മിസാലുൽ മബിനി, മബിനിക്കുള്ള ഉദാഹരണം അതും ഇതിലുണ്ട്. ഏതാണത്? അത് ഫഅലു എന്നതാണ്. ഇനി അടുത്തത് അൽ മുസ്ലിമു യുസല്ലിമു ഡാഷ് അൽ മുസ്ലിം, എന്താണ്? അൽ മുസ്ലിമു യുസല്ലിമു അലൽ മുസ്ലിമി, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് സലാം പറയണം. 6. അബ്ഗലുൽ ബിലാദി ഡാഷ് അല്ലാഹി അസ്വാഖുഹ, അവിടെ യോജിച്ചത് ഇല എന്നതാണ്. നാടുകളിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിന് ഏറ്റവും ദേഷ്യമുള്ളത് അവിടുത്തെ കമ്പോളങ്ങളാണ്, മാർക്കറ്റ്. ഇനി അടുത്ത പ്രവർത്തനമാണ് നുഹവ്വിലുൽ ഫിഅലൽ മബിനിയ ഇലൽ മുസ്ബത്തി. നമുക്ക് മബിനിയായതിനെ മുഗറബാക്കിയെടുക്കണം. മൻഫിയായതിനെ മുസ്ബത്തിലേക്ക് മാറ്റണം. ഫീലിനെ ഇവിടെ ഒന്നാമത് കൊടുത്തിട്ടുണ്ട്. അൽ ഗനമു ലാ യഅ്കുലുൽ ഉഷ്ബ, ആട് പുല്ല് തിന്നുന്നില്ല. ഇത് ആട് പുല്ല് തിന്നുന്നു എന്നാക്കണം. ആട് പുല്ല് തിന്നുന്നു എങ്ങനെ ആക്കാം? ഇതന്നെ അൽ ഗനമു, ഇവിടുന്ന് ലാ എന്നത് ഒഴിവാക്കുക. എന്നപ്പോൾ റെഡിയായി. ലാ എന്നത് ഒഴിവാക്കട്ടോ. അൽ ഗനമു യഅ്കുലുൽ ഉഷ്ബ, ഇത്രേ ഉള്ളൂ. അങ്ങോട്ടെടുത്ത് എഴുതി കൊടുക്കാം. അടുത്തത് മാ റജഅ ദാരിസുൻ മിനൽ ബൈത്തി, വീട്ടിൽ നിന്ന് വിദ്യാർത്ഥി മടങ്ങിയിട്ടില്ല എന്നാൽ അതിനെന്ത് ചെയ്യണം? വിദ്യാർത്ഥി വീട്ടിൽ നിന്ന് മടങ്ങി എന്നാക്കണം. അതിന് സിമ്പിളായിട്ട് ആ ഒരു മംഫീൻ്റെ അടയാളം അതെടുത്ത് കളയാം. അപ്പം എന്തായി? മുസ്ബത്തായി. റജഅ ദാരിസു മിനൽ ബൈത്തി, വിദ്യാർത്ഥി വീട്ടിൽ നിന്ന് മടങ്ങി, അതവിടെ എഴുതി കൊടുക്കുക. നുസരിഫു, ഇനി സർഫാക്കാനുള്ളത് ദഹബ ദഹബ ദഹബു, ദഹബത് ദഹബത ദഹബ്ന, ദഹബത ദഹബതുമ ദഹബതും, ദഹബതി ദഹബതുമ ദഹബതുന്ന, ദഹബതു ദഹബ്ന. ഇവിടെ ഫീല് മാറിപ്പോയതാണ് കേട്ടോ. ദഹബത്തു ദഹബ്ന. ഇനി അടുത്ത പ്രവർത്തനം നക്തുബുൽ ജംഅ, നമുക്ക് ജംഅ എഴുതുക. ഇവിടെ ഓരോ ഇസ്മുകൾ എഴുതിയിട്ടുണ്ടാവും. അതിൻ്റെ ജംഅ എന്താണ്? ബഹുവചനം. 1 ബൈത്തുൻ, വീട് എന്നതിൻ്റെ ബഹുവചനം ബുയൂത്തുൻ, വീടുകൾ. 2 മസ്ജിദുൻ,
പള്ളി. അതിൻ്റെ വിപരീതം പള്ളികൾ എന്ന് വേണം. മസാജിദുൻ. 3 ത്വാലിബുൻ വിദ്യാർത്ഥി. അതിൻ്റെ ബഹുവചനം എന്താണ്? വിദ്യാർത്ഥികൾ എന്നല്ലേ? അതിനെന്താ പറയുക? തുല്ലാബുൻ. തുല്ലാബുൻ. 4 സ്വലാത്തുൻ നിസ്കാരം. അതിൻ്റെ സ്വലവാത്തുൻ എന്നാണ് ജംഅ്, നിസ്കാരങ്ങൾ. ഇനി അടുത്ത പ്രവർത്തനം നക്തഷിഫുൽ ജാറ വൽ മജ്റൂറ. ജാറും മജ്റൂറും കണ്ടെത്താൻ. അപ്പോൾ ഇതിലിതാ മീൻ ശർരി മാ ഖലഖ് എന്ന് എഴുതിയിട്ടുള്ളതിൽ ജർറ് ചെയ്ത ഹറഫാണ് മിൻ. ഏതിനാണ് ജർറ് ചെയ്തത്? അത് മജ്റൂർ അല്ലേ? അതിന് മജ്റൂർ എന്ന് പറയാം. അപ്പോൾ ഇവിടെ ശരി എന്നതിനാണ് ജർറ് ചെയ്യപ്പെട്ടത്. സിമ്പിളാണ്, ഒന്നുമില്ല. ആ ജർറ് ചെയ്യുന്ന ഹറഫുകൾ പഠിച്ചാൽ ശേഷം വരുന്ന അതിന് കെസറ് കൊടുത്തുക്കണോ നോക്കിയാൽ മതി. രണ്ടാമത്തത് ഇദ്ഹബ് ഇല സൂഖ്. ഇവിടെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ജർറ് ചെയ്യുന്ന ഹറഫ് ഇലയാണ്. സൂഖ് എന്നതാണ് എന്ത്? മജ്റൂർ. ഇത്രേ ഉള്ളൂ, സിമ്പിൾ, ഒന്നും കാര്യമായിട്ടൊന്നുമില്ല. അതുപോലെ അൽമാലു കല്ലില്ലി. അൽമാലു കല്ലില്ലി. ഇതിലേതാണ് ജർറ് ചെയ്ത ജറിൻ്റെ ഹറഫ്? ക എന്നതാണ്. ഈ ക എന്ന് മാത്രം എഴുതി കൊടുത്താൽ മതി ഇവിടെ കേട്ടോ. ക. ലില്ലി എന്നതാണ് മജ്റൂർ. ലില്ലി അത് മാത്രം എഴുതി കൊടുക്കുക. ഇനി അടുത്തത് അൽഹംദുലില്ലാഹ്. ഇവിടെ ഏതാണ്? ഇവിടെ ലി എന്ന് കണ്ട നിങ്ങൾ? ലി. ആ ലി എന്നതാണ് കേട്ടോ, ശ്രദ്ധിക്കണേ. ആ ലി എന്ന അക്ഷരമാണ് ഇവിടെ ജാറ്. അല്ലാഹി എന്നതാണ് മജ്റൂർ കേട്ടോ. അല്ലാഹി എന്നതാണ് മജ്റൂർ. മനസ്സിലാക്കി വെക്കുക. ഇനി അവസാനത്തത് അഊദു ബില്ലാഹി. സിമ്പിളായിട്ട് മനസ്സിലാക്കാം. ഇവിടെ ബ ആണ്, കിസ്റാക്കപ്പെട്ട ബ, ബി. അതാണ് ജാറ്. ഇനി മജ്റൂർ ആണെങ്കിൽ അല്ലാഹി എന്ന് തന്നെ, അതുതന്നെയാണ് മജ്റൂർ കേട്ടോ. ഇതിനാണല്ലോ ജർ ചെയ്യപ്പെട്ടത്, അതാണ് മജ്റൂർ. ഇനി അടുത്ത പ്രവർത്തനമാണ് തർജിമു. നമുക്ക് തർജിം ചെയ്യാം, അർത്ഥം എഴുതാം. അൽ മുഅ്മിനു യഷ്കുറുല്ലാഹ വറസൂലഹു വഹുവ ലാ യക്ദിബു. സത്യവിശ്വാസി അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടും നന്ദി കാണിക്കുന്നു, അവൻ കള്ളം പറയുകയുമില്ല. 2 ഹൽ കതബത്തുമുൽ വാജിബാത്തുൽ മൻസിലിയ. നിങ്ങൾ ഹോംവർക്ക് എഴുതിയോ? അടുത്ത പ്രവർത്തനം നുഅരിബു. നമുക്ക് അറബിയാക്കാം. 1 വിദ്യാർത്ഥി പേന കൊണ്ട് എഴുതി. എങ്ങനെ പറയും അറബിയിൽ? കതബത്ത് ത്വാലിബു ബിൽ ഖലമി. വിദ്യാർത്ഥി പേന കൊണ്ട് എഴുതിയെന്ന് അറബിയിൽ എഴുതി കൊടുക്കാം. 2 ഇതെൻ്റെ മദ്രസയാണ്. ആദിഹി മദ്രസത്തി. എൻ്റെ അർത്ഥം വരുന്നെങ്കിൽ മദ്രസത്തി എന്ന് പറയണം കേട്ടോ. മദ്രസത്തു എന്നല്ല, മദ്രസത്തി. ആദിഹി മദ്രസത്തി, ഇതെൻ്റെ സ്കൂളാണ്. ഇനി അടുത്ത പ്രവർത്തനം ഈറ്റി മിസാലൻ. ഉദാഹരണം കൊണ്ടുവരാൻ. 1 ഫീ എന്ന് വെച്ചത് കൊണ്ട്, ഫീ എന്നത് വെച്ചുകൊണ്ടുള്ള ഒരു ഉദാഹരണം. സല്ലൈതു ഫിൽ മസ്ജിദി. ഞാൻ പള്ളിയിൽ നിസ്കരിച്ചു. 2 അൽ ഫിയുലുൽ മാദിൽ മുസ്ബത്ത്. ഫീൽ മാദി മുസ്ബത്തായ ഒരു ഫെയിൽ ഇവിടെ എഴുതി കൊടുക്കണം. മാദി മുസ്ബത്തായ ഒരു ഫീൽ ഏതാ? ഉദാഹരണത്തിന് ഹളറൽ ഉസ്താദു. ഉസ്താദ് എന്ത് ചെയ്തു? ഹാജറായി. അതെന്താണ്? മുസ്ബത്താണ്. ഇനി അൽ ഫിയുലുൽ മുലാരിൽ മുസ്ബത്തു. ഇനി ഫീൽ മുലാരി ആയ ഒരു മുസ്ബത്ത്. യദ്ഹബു ത്വാലിബു. വിദ്യാർത്ഥി പോകുന്നു. ഇത് ഫീൽ മുസ്ബത്താണ്, അതുപോലെ മുലാരിയാണ്. ഇതോടുകൂടെ നമ്മുടെ പേപ്പർ അവസാനിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.